ജനങ്ങളാണല്ലോ ഒരു ജനാധിപത്യത്തിലെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവർ അംഗീകരിക്കാതെ പോയത്, അല്ലെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അത്തരത്തിലേക്ക് ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞത്, അതെല്ലാം അവരിൽ നിന്ന് തന്നെ ഞങ്ങൾ കളക്ട് ചെയ്യും. അതിനുശേഷം തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം തിരുത്തൽ വരുത്തി കൂടുതൽ ശക്തമായി ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കൂടുതൽ ശക്തിയോടുകൂടി അതിന്റെ സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കും. കഴിഞ്ഞ 5 വർഷം പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളും കൈവശം വെച്ചിരുന്ന CPM-ന്റെ കനത്ത തോൽവിയിൽ നിന്നും ജില്ലാ നേതൃത്വം ഇതുവരെ മുക്തമായിട്ടില്ല. ഒരു പക്ഷെങ്കിൽ കനൽ ഒരു തരിമതി എന്ന ആപ്തവാക്യം ഉത്ബോധിപ്പിച്ചുകൊണ്ട് കോന്നിയിൽ CPM-ന്റെ ആശ്വാസ വിജയമാണ് നിലവിലെ MLA ആയ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ നേടിയിട്ടുള്ളത്. നമ്മളോടിപ്പം ഈ വിഷയം സംസാരിക്കാൻ ചേരുന്നത് അതായത് ആറന്മുള നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന പത്തനംതിട്ട നഗരസഭയുടെ LDF-ന്റെ മുൻ ചെയർമാനും ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് T സഹിർ ഹുസൈനാണ്. സഹിറെ, എങ്ങനെയാണ് ഈ തോൽവിയെ നിങ്ങൾ ഇനിയും പുനഃപരിശോധിക്കുന്നത്? ജില്ലയോടൊപ്പം തന്നെ സംസ്ഥാനത്താകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള വിശകലനമാണ് ഉണ്ടാകേണ്ടത്. അതിനായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും തുടർന്ന് ജില്ലാ കമ്മിറ്റികളുമെല്ലാം യോഗം ചേരും. ആ വിലയിരുത്തലുകൾക്ക് ഒടുവിൽ മാത്രമാണ് നമുക്ക് ആധികാരികമായി ഈ കാര്യങ്ങളെല്ലാം കുറിച്ച് സംസാരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ, ആക്ഷേപങ്ങൾ പലതും ഉണ്ടാകാം, പക്ഷേ ഒരു അഴിമതി ആക്ഷേപം ഉന്നയിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അത് പൂർണ്ണമായും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാതെ സുപ്രീം കോടതിയിൽ പോലും പോകുമ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ അതോ പബ്ലിസിറ്റി ലിറ്റിഗേഷൻ ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ എന്ന് പോലും സുപ്രീം കോടതി ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുള്ള ധാരാളം അൺനെസസറി ആയിട്ടുള്ള കോൺട്രവേഴ്സികൾ മാത്രമാണ് ഈ സംസ്ഥാനത്തുണ്ടായത്. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് വികസന പ്രവർത്തനങ്ങളാണെങ്കിലും കേരളം തന്നെ ഇന്ത്യക്കാകെ തന്നെ മാതൃകയാകുന്ന നിലയിലേക്ക് പൂർണ്ണമായിട്ടും അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുക ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് നടന്നിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഈ തരത്തിലേക്ക് ജില്ലയിലും സംസ്ഥാനത്തുമെല്ലാം ഒരു റിവേഴ്സ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ടൊരു പഠനം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഇത് ആദ്യമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ഇത് നടാടെ ഉണ്ടാകുന്ന ഒന്നല്ല. സ്വാഭാവികമായും അങ്ങനെ ഉണ്ടായിട്ടുള്ള അവസരങ്ങളിലെല്ലാം ഞങ്ങൾ ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് എവിടെയാണ് പാകപ്പെടുകൾ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ജനങ്ങളാണല്ലോ ഒരു ജനാധിപത്യത്തിലെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവർ അംഗീകരിക്കാതെ പോയത്, അല്ലെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അത്തരത്തിലേക്ക് ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞത്, അതെല്ലാം അവരിൽ നിന്ന് തന്നെ ഞങ്ങൾ കളക്ട് ചെയ്യും. അതിനുശേഷം തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം തിരുത്തൽ വരുത്തി കൂടുതൽ ശക്തമായി ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കൂടുതൽ ശക്തിയോടുകൂടി അതിന്റെ സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കും. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ആധികാരികമായി ഈ കണക്കുകളെല്ലാം നിരത്തി പറയാൻ വേണ്ടി കഴിയുക. അതിനോടൊപ്പം തന്നെ റാന്നിയിൽ കഴിഞ്ഞ 25 വർഷമായി പാർട്ടി, അതായത് CPM-ന്റെ കുത്തകയായിരുന്നു. അതിനോടൊപ്പം തന്നെ തിരുവല്ലയും പിന്നെ ആറന്മുള നിയോജകമണ്ഡലം ഏകദേശം ഇപ്പൊ ഈ ടൈം കൂടാകുമ്പോൾ 15ാമത്തെ ടൈം. ഈ 3 നിയോജകമണ്ഡലങ്ങൾ കൈവിട്ട് പോകുമ്പോൾ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾ എന്ന് പറയുന്നത് CPM-നെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇത് നടാടെ അല്ല. അത് ഇതിനേക്കാൾ രൂക്ഷമായ അല്ലെങ്കിൽ വോട്ട് ചോർച്ചയുടെ ഒക്കെ കാര്യത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള മുൻപും പല ഘട്ടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുൻപ് അത് ഒരു UDF-ന്റെ ഒരു കോട്ടയാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല നിലയിലേക്ക് ഉയർന്നു വരാനായി കഴിഞ്ഞിരുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആറന്മുള മണ്ഡലം പ്രത്യേകമായി എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യ കാര്യങ്ങളുടെ വികസനം അടക്കം നടന്നിട്ടുള്ള ഒരു മണ്ഡലം. അത് ഞാൻ പറയുന്നതിന് മുമ്പാണ് ചെയർമാൻ അത് പറയുന്നത്. കാരണം ചെയർമാന്റെ ആ ഭരണകാലത്തും തുടർന്ന് മന്ത്രിയുമായി ചേർന്നുകൊണ്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ആറന്മുള മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ രണ്ടുപേരെയും നഗരസഭയ്ക്കൊപ്പം തന്നെ മറ്റേ ആറന്മുള നിയോജക മണ്ഡലത്തിൽ. പക്ഷെ എങ്കിലും അവിടെ എങ്ങനെയാണ് മന്ത്രിക്കും വീണ ജോർജിനെ കാല്
ഇടറിയത്? ഒരു ആത്മപരിശോധന. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു നമ്മുടെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പത്തനംതിട്ടയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന പ്രോജക്റ്റാണ് ഒന്ന് ജില്ലാ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ ഒരു തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്റ്റേഡിയം, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്റ്റേഡിയമായി വരുന്നു. പത്തനംതിട്ട നഗരത്തിന്റെ തന്നെ ഒരു നഗര അന്തരീക്ഷത്തിന് വലിയ മാറ്റം വരുത്തുന്ന മേൽപ്പാലമാണ് നമുക്ക് ടൗൺ സ്ക്വയർ ജംഗ്ഷനിലേക്ക് എത്തുന്നത്. ജില്ലാ ജനറൽ ആശുപത്രിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ കുതിച്ചുചാട്ടം ഇതൊന്നും മുൻപ് ഒരു കാലഘട്ടത്തിലും വന്നിട്ടില്ല. ജില്ലാ ജയിലിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിന്റെ പാതയിലേക്ക് എത്തുന്നു. സ്വാഭാവികമായിട്ടും ഒരു ചെറിയ റോഡുകൾ, പാലങ്ങൾ, ഇതെല്ലാം അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. എങ്കിൽ പോലും കേരളത്തിൽ നമുക്കറിയാം 1,16,000 കോടി രൂപയുടെ കിഫ്ബിയിലൂടെ ഓഫ് ബഡ്ജറ്റ് എന്നുള്ള നിലയിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. സമാനതയില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ. ഒരുപക്ഷെ ഈ ഇന്ത്യയുടെയും മറ്റ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നാം കാണുന്ന ആധുനിക സൗകര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, നഗര സാഹചര്യങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുള്ള ഒരു സർക്കാരാണ്. അപ്പൊ പൊതുവായി ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിയെ അത് പത്തനംതിട്ടയുമായും കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതിന്റെ ഒരു ഡിസപ്രൂവലായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. ജനം ആ പ്രവർത്തനങ്ങളെയൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റെന്തെല്ലാം ഘടകങ്ങളാണ് പൊതുവായി ഉണ്ടായ ആ ഒരു റിവേഴ്സിനിടയിൽ അല്ലെങ്കിൽ തിരിച്ചടിക്കിടയിൽ പത്തനംതിട്ടയിലും ബാധകമായത് എന്നുള്ള നിലയിലുള്ള ഒരു അവലോകനമാണ് നമുക്ക് നടത്തേണ്ടതായിട്ടുള്ളത്. പാർലമെന്ററി ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അത് ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്, ഒരു ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം പീപ്പിൾ ആർ ദി മാസ്റ്റേഴ്സ്. അപ്പൊ അവരിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളും എന്താണ് വാട്ട് വെൻ റോങ് വിത്ത് എന്നുള്ളത് നമ്മൾ അത് പരിശോധിക്കും. തീർച്ചയായിട്ടും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി തന്നെ പോകും. എന്നാൽ അതേസമയം ധാരാളം കള്ളപ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. ആ കള്ളപ്രചരണങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണല്ലോ ഒരു സിദ്ധാന്തം പോലും കനകൊലുവിന്റെ സിദ്ധാന്തം എന്ന തരത്തിലേക്ക് തന്നെ അവതരിപ്പിക്കപ്പെട്ടല്ലോ. അത് ഒരു കള്ളം 100 തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു ഗീബൽസ്യൻ തന്ത്രമാണ്. അത്തരത്തിലേക്കൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? മറ്റേതെങ്കിലും സ്വാഭാവികമായി പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നോ ജനങ്ങൾക്ക് ഹിതമല്ലാത്തതായിട്ടുള്ള അല്ലെങ്കിൽ അവർ അപ്രൂവ് ചെയ്യാത്ത ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് തിരുത്തൽ നടപടിക്ക് വിധേയമാക്കേണ്ടതുണ്ടോ എന്നുള്ളത് തീർച്ചയായും ജനങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് അതിനകത്ത് മാറ്റം വരുത്തേണ്ടത് എല്ലാം മാറ്റി തന്നെ മുന്നോട്ട് പോകും. ജനപക്ഷത്തു നിന്നും തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ പാർട്ടി തിരുത്തി മുന്നോട്ട് പോകുമെന്നുള്ള ആശ്വാസവാക്കുകളാണ് ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള മുൻ നഗരസഭാ ചെയർമാൻ കൂടിയിട്ടുള്ള അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ വിശകലനങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.